അച്ഛൻ പറഞ്ഞത്, ക്ഷമിച്ചാലും ക്ഷമ കൊടുത്താലേ നമുക്കെന്തുണ്ടാകൂ? ദൈവാനുഭവം ഉണ്ടാവൂ. അനേകരുടെ ജീവിതത്തിൽ ദൈവകൃപ വരാൻ തടസ്സം എന്താണെന്നറിയാവോ? ക്ഷമിക്കാൻ പറ്റാത്ത മേഖല ഉള്ളതുകൊണ്ടാണ്. അച്ഛൻ അതിന് പഴയ നിയമത്തിൽ നിന്ന് സംഭവം എടുക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 32-33 അധ്യായങ്ങളിൽ നമ്മൾ 2 സഹോദരന്മാരെ കാണും. ആരാണെന്നറിയാവോ? യാക്കോബും ഏസാവ്. ആരൊക്കെയാണ്? ഇവർ തമ്മിൽ ശത്രുതയുണ്ട്. എങ്ങനെയാണെന്നറിയാവോ സംഭവിച്ചത്? അതായത് യാക്കോബ് സഹോദരനെ വഞ്ചിച്ച് അനുഗ്രഹം മുഴുവൻ എടുക്കും അല്ലേ? ഒരു പാത്രം പായസത്തിന് വേണ്ടി കടിഞ്ഞുൽപുത്രാവകാശം സ്വന്തമാക്കി. ഓർക്കുന്നുണ്ടോ? രണ്ടാമത് ചേട്ടൻ്റെ വേഷവിധാനങ്ങൾ അല്ലേ, അതൊക്കെ ഇട്ടുകൊണ്ട് പോയി അപ്പൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹങ്ങൾ മുഴുവൻ വാങ്ങിച്ചെടുക്കും അല്ലേ? അന്നു മുതൽ ഇവർ തമ്മിൽ ബദ്ധശത്രുക്കളായി മാറുകയാണ്. ഏസാവ് ആരെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്? യാക്കോബിനെ. ഏസാവ് പറഞ്ഞാൽ അതുപോലെ ചെയ്യും. കാരണം അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. വെട്ടൊന്ന് മുറി രണ്ട്, അവൻ നോക്കില്ല. അതുകൊണ്ട് യാക്കോബ് എന്ത് ചെയ്യാണ്? പേടിച്ച് നാട് വിടുകയാണ് അല്ലേ? എങ്ങോട്ടേക്കാണ് ഓടിപ്പോയത്? അമ്മാവൻ ലാബാൻ്റെ അടുത്തേക്ക്. ലാബാൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ പെൺമക്കൾ 2 പേരുണ്ട്. അവർ 2 പേരും കല്യാണം കഴിക്കും. നീണ്ട സംഭവമാണ്, നിങ്ങൾക്കറിയാം. പിന്നീട് മക്കളുണ്ടാവും. ആടുമാടുകൾ ഒരുപാട് വർദ്ധിക്കും. അങ്ങനെ വലിയൊരു ധനികനായിട്ട് ആര് മാറും? യാക്കോബ് മാറും. യാക്കോബിന് അന്ന് ഒരു തോന്നലുണ്ടാവുകയാണ്, സ്വദേശത്തേക്ക് തിരിച്ചു പോകണം. എങ്ങോട്ടേക്ക് പോകണം? ജന്മനാട്ടിലേക്ക്. ആരായിരിക്കും തടസ്സം? ഏസാവ്. യാക്കോബിന് വിലങ്ങതടിയായി നിൽക്കുന്നത് ഏസാവാണ്. കാരണം യാക്കോബ് ബോർഡർ കടന്നു വന്നാൽ ആര് തട്ടിക്കളയും? ഏസാവ് കൊന്നുകളയും. ഏസാവ് കൂടെയുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, അവനെ കണ്ടാൽ ഷൂട്ട് അറ്റ് ദ സൈറ്റ്. കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ചിട്ടോ, കൊന്നു കളഞ്ഞേക്കണം, അവനെ അതിർത്തി കടത്തിയാക്കരുത്. അങ്ങനെ ഏസാവ് നല്ല കലിപ്പിലാണെന്ന് യാക്കോബിനറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഏസാവിനെ വശത്താക്കിയെടുക്കണം. അതിന് യാക്കോബ് എന്ത് ചെയ്യുന്നതെന്നറിയാവോ? യാക്കോബ് ദൂതന്മാരെ അയക്കുകയാണ് അനുരഞ്ജനത്തിന് വേണ്ടി. പക്ഷേ ഈ ദൂതന്മാർ തിരിച്ചു വന്നിട്ട് അനുരഞ്ജനത്തിൻ്റെ വാർത്തയല്ല പറയുന്നത്. അവർ വന്നിട്ട് യാക്കോബിനോട് പറയുന്നത് എന്താണെന്നറിയാവോ? ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ നിന്നെ കാണാൻ വരുന്നുണ്ട്. ഏസാവ് ഒറ്റയ്ക്കല്ല, ഏസാവിൻ്റെ കൂടെ 400 പേരുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. ശരിക്കും യാക്കോബിന് പേടിയായി. അതായത് അച്ഛൻ വായിച്ച് കേൾപ്പിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായത്തിൽ ആദ്യ വചനത്തിൽ ഇങ്ങനെയുണ്ട്. അച്ഛൻ വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഇടതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, 2 കൈകൾ ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയുടെ പുസ്തകം 32:7. യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ 2 ഗണമായി തിരിച്ചു. അപ്പോൾ യാക്കോബ് വളരെ ഭയപ്പെട്ടു. ആര് വരുന്നുണ്ടെന്നറിഞ്ഞപ്പം എത്ര പേരാണ് ഏസാവിൻ്റെ കൂടെ? അപ്പോൾ യാക്കോബിന് മനസ്സിലായി ഏസാവ് കൊല്ലാൻ വേണ്ടി വരികയാണ്. ആ യാക്കോബ് എന്ത് തീരുമാനിച്ചത്? ഒരു വലിയ തീരുമാനം എടുക്കുകയാണ്. ഒരു ഏകദിന ധ്യാനത്തിന് പോകാം. ഹല്ലേലൂയ. യാക്കോബ് വലിയൊരു തീരുമാനം എടുക്കുകയാണ്. ഭാര്യമാരെയും മക്കളെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു സ്ഥലത്ത് ഏകാന്തതയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ശരിയല്ലേ? പുഴ കിടന്ന് അല്ലേ അക്കരെ ചെന്ന് യാക്കോബ് തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രിയിൽ യാക്കോബിനൊരു ബോധോദയമുണ്ടായി. സുബോധം. ധൂർത്തുപുത്രനുണ്ടായതുപോലൊരു സുബോധം. തെറ്റ് ചെയ്തത് ഞാനാണ്, എൻ്റെ ചേട്ടനല്ല. ഏസാവിനെ ചതിച്ചത് ഞാനാണ്, എൻ്റെ സ്വാർത്ഥതയാണ് അതിൻ്റെ പിന്നിൽ. ഒരു പാത്രം പായസത്തിന് വേണ്ടി എന്തിന് ഞാൻ അവൻ്റെ കടിഞ്ഞുൽപുത്രാവകാശം സ്വന്തമാക്കി? എന്തിനെൻ്റെ ചേട്ടന് അനുഗ്രഹം മുഴുവനും അപ്പനെ പറ്റിച്ച് ഞാൻ നേടിയെടുത്തു? ആ രാത്രിയിൽ യാക്കോബിന് മനസ്സിലായി തനിക്ക് തെറ്റുപറ്റി. ആ രാത്രി തന്നെ യാക്കോബ് വലിയൊരു തീരുമാനം എടുക്കണം. എന്താണെന്നറിയാവോ? നാളെ ചേട്ടനെ കാണുമ്പോൾ അനുരഞ്ജനപ്പെടണം, ചേട്ടനോട് മാപ്പ് ചോദിക്കണം. നിങ്ങൾക്കറിയാവോ, അന്ന് രാത്രിയിൽ
ഒരു ദൈവദൂതൻ ആരുമായി മൽപ്പിടുത്തം നടത്തും? യാക്കോബുമായി. മൽപ്പിടുത്തത്തിൻ്റെ അവസാനം യാക്കോബ് ദൈവദൂതനോട് ഇങ്ങനെ പറയും. അച്ഛൻ വായിച്ച് കേൾപ്പിക്കാം. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 30-ാം വാക്യം. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ട് ഞാൻ ജീവനോടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. പെനുവേൽ ദൈവത്തിൻ്റെ മുഖമെന്നാണ് അർത്ഥം. അച്ഛൻ ചോദിക്കട്ടെ, യാക്കോബ് എപ്പോഴാണ് ദൈവത്തിൻ്റെ മുഖം കണ്ടത്? ഏസാവിനോട് ക്ഷമ ചോദിക്കാൻ തീരുമാനിച്ച രാത്രിയിൽ. ഹല്ലേലൂയാ. ഏസാവിനോട് മാപ്പ് ചോദിക്കാൻ തീരുമാനിച്ച രാത്രിയിൽ യാക്കോബിന് എന്തുണ്ടായി? പെനുവേൽ അനുഭവം, ദൈവത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് അച്ഛനെ കേൾക്കുന്നവരോട് അച്ഛനൊന്ന് പറയട്ടെ, ക്ഷമ ചോദിക്കാൻ തയ്യാറായാൽ ആരുടെ മുഖം കാണാൻ പറ്റും? ദൈവത്തിൻ്റെ മുഖം കാണാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് കൂടുതൽ വ്യക്തമാകാൻ നമ്മൾ മുന്നോട്ട് വായിക്കാം. 33-ാം അധ്യായത്തിൽ ഏസാവിനെ കണ്ടുമുട്ടുകയാണ് ആര്? യാക്കോബ്. അതായത് ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോട് വരുന്നത് കണ്ടു. എത്ര പേരാണ്? 400 പേര്. യാക്കോബിന് തോന്നുകയാണ് ഏസാവ് തന്നെ നശിപ്പിക്കാൻ വരുന്നതാണ്. അത് യാക്കോബിൻ്റെ തെറ്റിദ്ധാരണയാണ്. യാക്കോബ് എന്ത് ചെയ്യുന്നറിയാവോ? എളിമപ്പെടുകയാണ്. ആരുടെ മുമ്പിൽ? ചേട്ടൻ ഏസാവിൻ്റെ മുമ്പിൽ. ഇങ്ങനെയാണ് വചനം പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം. അവൻ അവരുടെ മുൻപേ നടന്നു, സഹോദരൻ്റെ അടുത്തെത്തുവോളം 7 തവണ നിലമുട്ടെ താണു വണങ്ങി. എത്ര തവണ? 7 തവണ എന്നോട് ക്ഷമിക്കണമേ ഏസാവേ. 7 ഹെബ്രായ പാരമ്പര്യത്തിൽ പൂർണ്ണതയുടെ സംഖ്യയാണ്. 7 പ്രാവശ്യം നിലമുട്ടെ കുമ്പിട്ടു വണങ്ങി എന്ന് പറഞ്ഞ് എന്താണ് അർത്ഥം? പരിപൂർണമായി മാപ്പ് ചോദിക്കുകയാണ്. അച്ഛനിങ്ങനെ സങ്കല്പിച്ചു രംഗം. അതായത് ഏസാവിൻ്റെ കാലിൽ ആര് വീണ് കിടക്കുകയാണ്? യാക്കോബ്. ചേട്ടാ ക്ഷമിക്കണം, അറിവില്ലാതെ ചെയ്തു പോയതാണ്. നിങ്ങൾക്കറിയാവോ, ഏസാവ് യാക്കോബിൻ്റെ സ്വഭാവമല്ല. യാക്കോബ് കുറച്ചുകൂടി ശാന്തനായ മനുഷ്യനാണ്. ഏസാവോ കാടൻ്റെ സ്വഭാവമാണല്ലേ. നായാട്ടാണ് അവൻ്റെ വിനോദം. മൃഗങ്ങളുമായി മല്ലിട്ട് അവൻ്റെ സ്വഭാവത്തിൽ ക്രൂരതയൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ ഇവിടെ ഏസാവിൻ്റെ ശൈലി മാറുകയാണ്. അച്ഛൻ വായിച്ച് കേൾപ്പിക്കാം. വലതുകരം ചങ്കിൽ വെച്ച് ആ വചനമൊന്ന് കേൾക്കണം കേട്ടോ. ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 33:4. ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു, ഇരുവരും കരഞ്ഞു. ശത്രുതയെല്ലാം അവസാനിക്കുകയാണ്. ഏസാവ് എന്ത് ചെയ്യാണ്? കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അനിയ, സാരമില്ലടാ, സാരമില്ല, നീ അറിയാതെ ചെയ്തതാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ചങ്കോട് ചേർക്കുകയാണ്. ആരെ? യാക്കോബിന്. എന്നിട്ട് ഇനിയാണ് മറ്റൊരു വലിയ സത്യം വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അച്ഛൻ വായിച്ച് കേൾപ്പിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 33:10. യാക്കോബ് അപേക്ഷിച്ചു, അങ്ങനെയല്ല, അങ്ങനിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഈ സമ്മാനം സ്വീകരിക്കുക. കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. അത്രയ്ക്ക് ദയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത്. നമുക്ക് വലതുകരം ഉയർത്തിയ വചനം എന്ന് പറഞ്ഞാലോ, ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. അത്രയ്ക്ക് ദയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത്. വീണ്ടും വിശുദ്ധ ഗ്രന്ഥം പറയാണ്, യാക്കോബ് ആരുടെ മുഖം കണ്ടു? ദൈവത്തിൻ്റെ മുഖം. ആരിൽ കണ്ടു? ഏസാവിൽ. അച്ഛൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ഏസാവിൻ്റെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ ശോഭിച്ചത്? ക്ഷമ കൊടുത്തപ്പോൾ ആണോ?
ആണോ? അനുജൻ യാക്കോബിനോട് വ്യവസ്ഥയില്ലാതെ ക്ഷമിച്ചപ്പോൾ ഏസാവിൻ്റെ മുഖം ആരുടെ മുഖം പോലെയായി? ദൈവത്തിൻ്റെ മുഖം. രണ്ടിടത്ത് ഉപയോഗിക്കുന്ന വാക്ക് പെനുവേലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മളിൽ ദൈവാനുഭവം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഒരു കാരണം ആരോടോ ക്ഷമിക്കാനുണ്ട്, ആരോടോ ക്ഷമ ചോദിക്കാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.